Dear students, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. Today, I am here with the paper Strategic Management, which is a co-paper for semester 6 BCom Tax Procedure and Practices students under Kerala University. This is the 15th lecture of the series. In this lecture, we are discussing about mission statement and its characteristics. Let us discuss. Every organization must have a mission. Mission is a statement which describes the fundamental reason for the existence of an organization and its role in the society. The mission statement helps the organization to link its activities to the requirement of the society. എല്ലാ ഓർഗനൈസേഷനും മിഷനുണ്ട്. മിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ റിക്വയർമെൻറ്റ്സും ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസും തമ്മിലുള്ള ലിങ്കാണ്. ഇൻ ഷോർട്ട്, മിഷൻ ഗീവ്സ് എ ക്ലിയർ കട്ട് ഐഡിയ അബൌട്ട് ദ ബേസിക് ലോങ് റൺ കമ്മിറ്റ്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ലോങ് റണ്ണിൽ ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയയാണ് മിഷൻ തരുന്നത്. ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ഓഫ് മിഷൻ. അക്കോർഡിംഗ് ടു തോംസൺ, മിഷൻ ഈസ് ദ എസെൻഷ്യൽ പർപ്പസ് ഓഫ് ദ ഓർഗനൈസേഷൻ കൺസേണിംഗ് particularly why it is in existence, the nature of the business it is in, and the customers it seeks to serve and society. തോംസൻ്റെ ഡെഫിനിഷൻ പറയുന്നത് മിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പ് എന്താണ്, ബിസിനസ് നേച്ചർ എന്താണ്, കസ്റ്റമേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെയാണ് മിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ലുക്ക് അറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Mission statement defines the basic reasons for the existence of the organization. It provides a clear message to the insiders and outsiders about the need for existence of an organization. A mission statement should possess the following characteristics. First one, it should be realistic. A mission should always aim high, but it should not be an impossible statement. It should be realistic and achievable. Feasibility depends on the resources available and anticipated. നമ്മൾ തയ്യാറാക്കുന്ന മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് റിയലിസ്റ്റിക് ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, അത് ഫീസിബിൾ ആയിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. എ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി. It should not be too narrow or too broad. It should express the need for the existence of an organization in a condensed manner. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ അതെന്താണെന്ന് അത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കണം. മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് വലുതാകാനും പാടില്ല, ഒരുപാട് ചെറുതാകാനും പാടില്ല. അത് എന്താണെന്ന് മീനിങ് ആയിട്ടുള്ള വേർഡ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. Next one, it should be clear. A mission statement should be clear enough to action. It should be unambiguous. It should be clear, spell out the existence of the organization in the society. ഒരു കൺഫ്യൂഷനും ഉണ്ടാകുന്ന തരത്തിലാവാൻ പാടില്ല, അത് ക്ലിയർ ആയിരിക്കണം. സൊസൈറ്റിയിൽ ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പിനെ ക്ലാരിഫൈ ചെയ്യുന്നതാണ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Next one, it should be motivating. A mission statement should be motivating both the internal and external parties. The employees should feel that it is worthwhile in working such an organization, and the customers should feel that it is a pride to be a customer of the organization. നമ്മൾ എടുക്കുന്ന മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർഗനൈസേഷനെ ആയാലും ഓർഗനൈസേഷനിലെ ഇൻറ്റേർണൽ പാർട്ടീസിനെയും എക്സ്റ്റേണൽ പാർട്ടീസിനെയും മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അത് എംപ്ലോയീസിനെ ആയാലും കസ്റ്റമേഴ്സിനെ ആയാലും. എംപ്ലോയീസിന് ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വർത്തിയാണ് എങ്കിൽ കസ്റ്റമേഴ്സിനും
ഇങ്ങനൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്, ആ ഓർഗനൈസേഷനിലെ കസ്റ്റമറാണ് എന്ന് പറയുന്നതിൽ പ്രൈഡ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു നല്ല മിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് മോട്ടിവേറ്റിംഗ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റിങ്റ്റീവ്. It means a mission statement should not be a like statement of another company. Every organization's mission statement should have its own features and peculiarities. മറ്റൊരു കമ്പനിയുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെ ആവാൻ പാടില്ല നമ്മുടെ കമ്പനിയുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടും വ്യത്യാസമുള്ളതായിരിക്കണം, ഒരേപോലെ ആവാൻ പാടില്ല. എല്ലാ ഓർഗനൈസേഷനും അവരുടേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. So, it should be distinctive. Next, it indicates major components of strategy. A mission statement should exhibit the major components of the strategy to be adopted. It should reveal the type of strategy adopted and the organization's aspiration in the future. ഓർഗനൈസേഷനിൽ നമ്മൾ ഏത് സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്, ഏത് കമ്പോണൻസ് ഓഫ് സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ റിവീൽ ചെയ്യും. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. Okay, my dear students, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.